ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് കമൻറ്റിൽ വന്ന് പറഞ്ഞിരുന്നു റൂം ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന്. റൂം കാണിക്കാലോ. ഇപ്പോൾ ചങ്ങായിമാരെ ഒറ്റ നോട്ടത്തിൽ ഇതാണ് എൻ്റെ റൂം. ഒരു പ്രവാസി, ഒരു ഓസ്ട്രേലിയയുടെ റൂം ഏകദേശം എങ്ങനെ ഉണ്ടാവും. ഇതിലും ചെറുതുണ്ടാവും, ഇതിലും വലുതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു റീല് ഇട്ടിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഇന്നലെ, ഒരു 2 ദിവസം മുമ്പ്, കുറച്ച് ദിവസം മുമ്പ്. അതിൽ 2 ടൈപ്പ് വീടുകൾ ഞാൻ കാണിച്ചിരുന്നു, റൂമുകൾ. അപ്പോൾ ഇത് അൽഹംദുലില്ലാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു, പിന്നെ ഒരാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റിയൊരു റൂം തന്നെയാണ്. പ്രവാസി ഡ്രൈവർമാരെ സംബന്ധിച്ച് ഇതൊക്കെ സ്വർഗ്ഗമാണ് കേട്ടോ. ഇപ്പോൾ റൂമിൻ്റെ റിവ്യൂ പറഞ്ഞാൽ ഇവിടെ നമുക്ക് വരുന്നത് ഒരു ബെഡുണ്ട്, ഇവിടെ ഒരു ടേബിളുണ്ട്, ഇവിടെ ഒരു അയലുണ്ട്. അയലൊക്കെ ഞാൻ ബാത്റൂം ഇവിടെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. ബാത്റൂം ഉണ്ട്, അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വാഷിംഗ് മെഷീനിൽ ഞാൻ അലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തുടങ്ങിയതിൻ്റെ ശേഷം ഞാനിവിടെ അയലും മടലാണ്. പിന്നെ ഇവിടെ നമുക്കിരിക്കാൻ പറ്റിയൊരു ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടുവരുമ്പോൾ ഒരു ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇതുവരെ തന്നൊരു ഐസ്ക്രീമാണ്. ഇതൊരു 1-2 ആഴ്ച ആയിട്ടുണ്ടാവും അവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട്. ഫ്രിഡ്ജിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ റൂമിൽ കിച്ചണില്ല എനിക്ക്. അപ്പോൾ ഞാൻ റൂമിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോമ്പായതുകൊണ്ട് മേടിച്ച് വെച്ചിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അധികം കഴിക്കരുതാണ്. പിന്നെ ബദാമുണ്ട്, അതുപോലെ ഈത്തപ്പഴം, അതുപോലെ ഉണക്കമുന്തിരി, ഉണ്ട്. അതുപോലെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നോമ്പിൻ്റെ മുന്നേ മേടിച്ചാൽ, നോമ്പായിട്ട് പിന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കണ്ടെന്നെങ്കിൽ മിക്സിയിലിട്ട് നടിക്കും, അല്ലെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് കണ്ട് രാവിലെ കഴിക്കും. അധികം ദിവസം തന്നെ കഴിക്കല്. അത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ 10 രൂപക്ക് പിന്നെ ഒരു 10 റിയാലിന് മേടിച്ചാൽ, ഇപ്പോൾ ഇത് ഞാൻ നോമ്പിൻ്റെ മുമ്പ് മേടിച്ചത് 10 റിയാലിന്. ഇത് നമുക്ക് ഡെയിലി ഒരു 3 എണ്ണം വെച്ച് കണ്ട്, ഇല്ലേത് 3 എണ്ണം വെച്ച് കണ്ട് ഞാൻ 3 എണ്ണം, മാക്സിമം 5 എണ്ണം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം ശരീരത്തിന് വേണ്ട പ്രോട്ടീനും കാര്യങ്ങളും ഇതൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് 10 റിയാലിന് ഇപ്പോൾ മേടിച്ചതാണ്. 10 റിയാലിന് ഇത് ഏകദേശം എനിക്കൊരു 10 ദിവസത്തിൻ്റെ മുകളിൽ പോകും. ഇതും ഒരു 10 ദിവസത്തിന് മുകളിൽ പോകും. നമ്മൾ 10 ദിവസത്തിന് സെപ്പറേറ്റ് വെക്കുകയാണെങ്കിൽ അതിലേറെ പൈസ ആവും. പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുണി ഉണ്ട്, ഉംറക്ക് പോകുമ്പോൾ എടുക്കാനുള്ളത്. പിന്നെ ഇതിൽ കുറേയും കാര്യങ്ങളും. പിന്നെ ഇവിടെ 2 കവർ ഇരിക്കുന്നുണ്ട്. അത് ഇന്നലെ മാഡം തന്നതാണ്. എന്താണ് സംഭവം എന്ന് ഞാൻ നോക്കിയില്ല. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഏതാണ് നമുക്കൊന്ന് നോക്കേണ്ടത്. ഇതൊരു ജാക്കറ്റ് പോലുള്ളൊരു ഇതാണ്, തണുപ്പിനൊക്കെ ഇടാൻ പറ്റിയ. പിന്നെ നമ്മൾ ഈ റിഫ്ലക്ഷനുള്ളൊരു ഐറ്റം കോട്ടില്ലേ, എന്തെങ്കിലും വർക്കൊക്കെ റോഡിലൊക്കെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇടണം. പിന്നൊരു ടീഷർട്ട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ, ഇവിടെ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുമ്പോൾ, വണ്ടിയൊക്കെ കഴുകുന്ന ടൈമിൽ ഇടാൻ പറ്റുന്നത് കേട്ടോ. പുതിയതൊന്നുമല്ലേ, എന്തായാലും കുഴപ്പമില്ലാത്ത ഇതാണ്. ഇത് അതുപോലെ ഒരു കോട്ടാണ്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടും കേട്ടോ. അതിൽ നല്ലതുണ്ടാവും, നമുക്ക് ആവശ്യമുള്ളത്
എടുത്തുകാണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കാം. പാൻറ്റ്, ജീൻസ് പാൻറ്റ്, വേറെ ജീൻസ് പാൻറ്റ് വേറെ, ഒരു ഷോർട്ട്. ജീൻസ് പാൻറ്റ് ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ലത് തന്നെ ആയിക്കാരം. ഇതൊക്കെ നമുക്കൊന്ന് പിന്നെ ലോണ്ടറി കൊടുത്തുകൊണ്ട് കഴുകി നമുക്കൊന്ന് യൂസ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ മുസല്ലാണ് സ്ക്രീവ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുക്കുന്ന ഒരു ബാഗാണ്. ഇതിലൊന്നുമില്ല, ഒക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതിലും ഡ്രസ്സാണ് കേട്ടോ. ഇതിൽ പിന്നെ നമ്മൾ ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതാണ് ഡ്രൈവർ റൂം പറയുമ്പോൾ. പിന്നെ ഈ ഭാഗത്ത് ഇത് നമുക്കൊരു ഫുഡ് തരണം, ഡെയിലി ഫുഡ് തരും കേട്ടോ. അത്താഴത്തിനും അതുപോലെ നോമ്പ് തുറക്കാനൊക്കെ അതിനുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഷൂ കുറച്ചുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതന്നെ ഒരു ജസ്റ്റ് ചെറിയ റൂമാണ്. നമുക്കൊരാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിൽ താമസിക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ സിംഗിൾ റൂം ആകുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ പിന്നെ പ്രൈവസി ഉണ്ടാവും. അതന്നെ നമുക്ക് ഇപ്പോൾ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. കാരണം പുറത്തേക്ക് പോകുമ്പോൾ വാതിലൊക്കെ അടക്കാനും അതൊക്കെ അടച്ച് പോകണം. അതുപോലെ ലൈറ്റ് ഇടാൻ പറ്റില്ല ചിലപ്പം. അതുപോലെ പൊതുവെ AC കാര്യങ്ങളൊക്കെ ചിലർക്ക് തണുപ്പ് കൂടുതൽ പറ്റും, ചിലർക്ക് തണുപ്പ് തീരെ പറ്റില്ല. അങ്ങനെയുള്ളവരൊക്കെ റൂമിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നല്ല ഈ കമ്പനിയിലൊക്കെ ജോലി എടുക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നല്ല അറിയാം. പിന്നെ അങ്ങനെ സിംഗിൾ റൂമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഒരു പ്രൈവസി ഉണ്ടാവും. നമുക്ക് എപ്പോഴും പോകാൻ വരാം. പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളൊരു എക്സ്ട്രാ റൂം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ റൂം പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ പറ്റ ചെറുതായിട്ട് കാണും, പക്ഷെ ഇതിലും ചെറുതായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിലും ഒരുപാട് വലിയ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഇതിനനുസരിച്ചാണ്, ഓരോരുത്തരെ ഭാഗ്യത്തിനനുസരിച്ചാണ്. പിന്നെ റൂമും കാര്യങ്ങളും വലിയ വലിപ്പമുണ്ടെങ്കിലും നമ്മൾ ജോലി എടുക്കുന്ന വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട്, സുഖമുള്ള വീടാണെങ്കിൽ പിന്നെ റൂമിൻ്റെ വിഷയത്തിൽ നമുക്ക് വലിയ ഒരു ഇത് വരില്ല. എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീടും കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യണത്. അപ്പോൾ പിന്നെ റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് സ്വർഗ്ഗമാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ്.